ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ റമദാൻ 5ലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പിയും എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ രാവിലെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നിട്ട് നമസ്കാരവും ഓതലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് കിടന്നിട്ട് പിന്നെ എണീക്കുക ഒരു 9 മണി 9:30 ആ ഒരു സമയത്ത്. റഫീഖ പോകുന്നതിന് തൊട്ട് മുമ്പാട്ടോ ഞാൻ എണീക്കൽ. അപ്പോൾ അങ്ങനെ റഫീഖ പോയി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. കിച്ചണിൽ പിന്നെ ഒരു പണി ഉണ്ടാവില്ല. കാര്യം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ച് ആ പാത്രങ്ങളും കൗണ്ടർ ടോപ്പും ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കിടക്കുക. കിച്ചണിൽ അങ്ങനത്തെ പണികളൊന്നും പിന്നെ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനുള്ള ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ. മൊത്തം തുടക്കുന്ന ദിവസമാണെങ്കിൽ തുടക്കും, മൊത്തം ഒന്ന് അല്ലാത്ത ദിവസം മൊത്തം ഒന്ന് അടിച്ചു വാരിടും. അങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ അലക്കാനുള്ളത് ഇടും. അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നമുക്ക് വൈകുന്നേരം ഉണ്ടാക്കാനുള്ള ഫുഡിനുള്ള ചിക്കന്, അങ്ങനത്തെ സ്നാക്സിനുള്ള ഐറ്റംസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാനുള്ള, വെള്ളം ഒഴിച്ച് വെക്കാനുള്ളതും അങ്ങനത്തെ ഒക്കെ പുറത്ത് എടുത്ത് വെക്കാനുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഫ്രിഡ്ജിലുള്ളതാണെങ്കിൽ അങ്ങനെ എടുത്ത് വെക്കും. അങ്ങനെയൊക്കെ കഴുകാനുള്ളതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഒരു 10-20 മിനിറ്റ് കിച്ചണിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉണ്ടാവും കേട്ടോ. എന്താണ് ഉണ്ടാക്കണ്ടേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കും. ഇനിയിപ്പോൾ സാധനം വാങ്ങിക്കാനുണ്ടെങ്കിൽ അതിനൊക്കെ വിളിച്ച് പറയും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം. അപ്പോൾ ഇത് ഇന്നത്തെ സ്നാക്സിനുള്ള കുറച്ച് ഗീ റൈസിൻ്റെ അരി അതൊന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഡേറ്റ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണെങ്കിൽ നമുക്ക് കുതിരേണ്ട കാര്യം. ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. നല്ല മുതലുള്ള നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണ്. അതുകൊണ്ട് ഇത് ഞാൻ കുതിർക്കാൻ വെക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കഴുകി പുറത്ത് ഫ്രിഡ്ജിലായിരുന്നു, അപ്പോൾ അതൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചേ ഉള്ളൂ. നിങ്ങൾ ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ, ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇട്ട് വെക്കുക കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ എന്തെല്ലാം പുറത്തെടുത്ത് വെക്കാനുള്ള, ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ഒന്ന് ചെയ്തു വെക്കൂട്ടാ ഈ ഒരു സമയത്ത്. പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ വൈകുന്നേരം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയല്ലേ ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ സ്നാക്സിനുള്ള ചിക്കനും എടുത്തിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. സ്നാക്സിന് ചിക്കനൊക്കെ നമുക്ക് കുറച്ച് മതി കേട്ടോ. കറി വെക്കാൻ എടുക്കുന്നതിൽ നിന്ന് 2 പീസ് എടുക്കുകയാണ് ചെയ്യുക ഞാൻ സാധാരണ. അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് ഗ്രേപ്സ് ഉണ്ട്. കുറച്ച് ഗ്രേപ്സ് നമ്മൾ ഇന്നലത്തെ തന്നെ ബാക്കിയുണ്ട് കേട്ടോ ക്ലീൻ ചെയ്തത്. അപ്പോൾ കുറച്ചുകൂടെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് വിനാഗിരിയോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് വെക്കും കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ വൈകുന്നേരം വരെ വെക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. ഇനി അടുത്ത എൻ്റെ പണിയാണ് സ്ഥിരമുള്ളത്, പാല് തിളപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അതും ഈ ഒരു സമയത്ത് തിളപ്പിച്ച് വെക്കൂട്ടാ. കാര്യം അതിൽ നിന്ന് ഞാൻ പാൽപ്പാടം എടുത്ത് മാറ്റലുണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ ജസ്റ്റ് പാൽ തണുത്തതിന് ശേഷം 1 മണിക്കൂർ ഫ്രീസറിലേക്ക് വെക്കൂട്ടോ. എന്നിട്ട് അരിച്ചതിൻ്റെ പാട മാറ്റിയിട്ട് പിന്നെ നമുക്ക് പാൽ ആവശ്യത്തിനുള്ള യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ വേഗം പാൽ തിളപ്പിച്ച് വെക്കും.
അപ്പോൾ ഈ പാല് ചിലർ ചോദിക്കലുണ്ട് ഇത്രയും അധികം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും അധികമൊന്നും ആവശ്യമില്ല കേട്ടോ. വാങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വാങ്ങുകയാണ് ചെയ്യുക. എന്നും വാങ്ങലില്ല. വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെക്കൂലേ, എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് എടുക്കും. അത് തീരുന്നതിന് തൊട്ട് മുമ്പ് അടുത്ത പാല് വാങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലെപ്പോഴും പാലങ്ങനെ ഉണ്ടാവും. കാച്ചി വെക്കുന്നതുകൊണ്ട് തന്നെ അതിന് സ്മെല്ലും കാര്യങ്ങളും കേട് വന്ന് പോവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം, ഫ്രീസറിൽ വെക്കാം. വേണമെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ, പാല് വാങ്ങാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഒരു ബോട്ടിൽ ഫ്രീസ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അപ്പോൾ എടുത്താൽ മതി നമ്മൾ കയ്യിലുള്ളത് കഴിയുമ്പോൾ. ഇതെന്താണെന്നറിയാം, നിങ്ങൾ കുറേ പേര് എൻ്റെ ഡെയിലി വെയർ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നൈറ്റി ടൈപ്പിൽ ഫുൾ ലെങ്ത്ത് വരുന്നത്. അത് ഞാൻ എടുക്കുന്നത് ക്ലോത്ത് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മളെ നമ്മളെ വയനാട്ടിലെ സിന്ദൂറിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ക്ലോത്തൊക്കെ വേണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നോമ്പിൻ്റെ മുമ്പ് എടുത്തതാണ് കേട്ടോ. എടുത്തിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ആ ഒരു നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. റയോണ്, അതുപോലെ തന്നെ നമ്മളെ ക്രേപ്പ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും എല്ലാം അത്യാവശ്യം കുറച്ച് കൂടുതൽ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു 3-4 ടൈപ്പ് എനിക്ക് വേണം. അപ്പം അങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ റയോൺ ടൈപ്പ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അത് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ക്രേപ്പ് കുഴപ്പമില്ലെങ്കിൽ ക്രേപ്പ് എടുക്കുക. ക്രേപ്പ് നല്ല ചൂടിലൊന്നും ക്രേപ്പ് പറ്റില്ല. പിന്നെ നമ്മൾ അതിൻ്റെ അടിയിൽ ലൈനിങ്ങും കാര്യങ്ങളും നമ്മൾ വെക്കുന്നില്ല, അതിങ്ങനെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പോൾ എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവലില്ല. പിന്നെ അധികം ഞാൻ കൂടുതലായിട്ടും എടുക്കുന്നത് റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, കോട്ടൺ അല്ല. അത് നന്നായി ഇങ്ങനെ ഒഴുകി കിടക്കുകയും ചെയ്യും. നല്ല സുഖമാണ്. നമ്മൾ ഫുൾ സ്ലീവൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ ഫുൾ ലെങ്ത് ആണെങ്കിലും ഫുൾ സ്ലീവ് ആണെങ്കിലും നല്ല സുഖമായിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ കുറച്ച് കളക്ഷൻസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ളതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല നല്ല പ്രിൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും എന്തെടുക്കാൻ വന്നാലും ഈ ഏരിയയിൽ ജസ്റ്റ് ഒന്ന് നോക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ വന്നിട്ടുണ്ടോ എന്ന് വെച്ചിട്ട് നോക്കും. അങ്ങനെ എടുക്കാനാണ് കേട്ടോ. ഇവിടെ തന്നെയാണ് ഞാൻ അധികം എൻ്റെ അങ്ങനത്തെ ക്ലോത്ത് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ എടുക്കൽ. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ക്രേപ്പാണ് കേട്ടോ, സോഫ്റ്റ് ക്രേപ്പിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ടാകും അതൊക്കെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്ലാക്കൊക്കെ നിങ്ങൾ എൻ്റെ കയ്യിൽ കണ്ടിട്ടുണ്ടാകും. അത് ഈ ഒരു ക്ലോത്താണ് കേട്ടോ, ക്രേപ്പിൻ്റെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏട്ടത്തി ഗൾഫിൽ നിന്ന് കൊണ്ടുതന്നതാണ് കേട്ടോ. അത് ഞാൻ കുറേ മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറേ പേര് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുത്തിട്ട് മോഡൽ കൊടുത്തിട്ട് ഞാൻ വേറൊരു ക്ലോത്തിൽ തയ്ച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ സിന്ദൂറിൽ നിന്ന് എടുത്തില്ലേ, ആ ക്ലോത്ത് ഞാൻ കാണിക്കാൻ വേണ്ടി വിട്ടുപോയിട്ടാണ്. കൊണ്ടുവന്നത് ഞാൻ വേഗം തയ്ക്കാൻ കൊടുത്തു, കാരണം വേഗം തയ്ച്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. തയ്ച്ച് കിട്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ അവിടെ നിന്ന് എടുത്ത ഒരു മെറ്റീരിയലാണ്. ഇത് ക്രേപ്പിൻ്റെയാണ്. നല്ല സോഫ്റ്റ് ക്രേപ്പ് ഒന്നല്ല, പക്ഷേ ആ ഒരു എന്താ പറയുക, ആ ഒരു മോഡലിന് അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ആ ഒരു ബ്ലാക്കിൻ്റെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അതേ മോഡലിൽ ഞാൻ തയ്ച്ചതാണ് കേട്ടോ. ഒന്നുമില്ല, ഈ ഒരു ചുരിദാർ ഷേപ്പിൽ താഴോട്ടേക്ക്, എന്നിട്ട് താഴെ കുറച്ച് പ്ലേറ്റ്, ഭയങ്കര ഹെവി പ്ലേറ്റ് അല്ല, ചെറുതായിട്ടൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. ഫുൾ സ്ലീവിൽ ആ ഒരു ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട്, അതേ ഉള്ളൂ. പിന്നെ ഞാൻ ഫസ്റ്റ് റമദാൻ വ്ളോഗിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഈ നൈറ്റി കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. ഫുൾ സ്ലീവ്, ഒന്നുമില്ല, ഒരു ലേസ് ഇങ്ങനെ സെൻറ്ററിലൂടെ പോകുന്നുണ്ട്. പ്ലേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിന് ഇല്ല. ചുരിദാർ കട്ടിങ്ങിൽ നല്ല ലൂസിലാണ് ഉള്ളത് കേട്ടോ. മെറ്റീരിയൽ റയോണാണ്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതും രണ്ടും ഇപ്പോൾ കാണിച്ച വൈറ്റും ആ ബ്ലാക്കും ഈ ബ്ലൂവും ഇത് എനിക്ക് ഏട്ടത്തി സൗദിയിൽ നിന്ന് കൊണ്ടു തന്നതാണ് കേട്ടോ. ഇത്രയും ഇതുപോലെ ഞാൻ തയ്ച്ചതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു മോഡലാണ് കേട്ടോ അടുത്തത്. ഫ്രണ്ടിൽ ഒരു യു കട്ടിൽ കഴുത്ത് കൊടുത്തിട്ട് പ്ലീറ്റ് കൊടുത്തിട്ടുള്ള, ബാക്കിലും നമുക്ക് പ്ലീറ്റ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ലൂസിലാണ് കേട്ടോ ഇത് ഇടേണ്ടത്. അതുപോലെ തന്നെ സ്ലീവ് അടിയിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. പഫും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഞാൻ സിന്ദൂറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. ഈ ഒരു റയോൺ മെറ്റീരിയൽ എടുത്തിട്ട് ഇപ്പോൾ ആ ബ്ലൂ കാണിച്ചു തന്നില്ലേ, അതേപോലെ തയ്ച്ചെടുത്തതാണ് കറക്റ്റ്. അതുപോലെ തന്നെ എനിക്ക് ഞാനിവിടെ
തയ്ക്കാൻ കൊടുത്തത് നിങ്ങൾക്കറിയാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മാളുത്താത്താന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ അടുത്താണ് കേട്ടോ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കറക്റ്റ് ഞാൻ ഏത് മോഡൽ കൊടുത്താലും എനിക്ക് കറക്റ്റായിട്ട് തയ്ച്ച് തരലുണ്ട് കേട്ടോ. അതുതന്നെയാണ് വേറൊരു കാര്യം. ഞാൻ ഓരോ മോഡലിൻ്റെ കയ്യിൻ്റെ അങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറയുക ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ നൈറ്റി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ എനിക്ക് തയ്ച്ച് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അടുത്തത് ഇത് ക്രേപ്പാണ് കേട്ടോ. ക്രേപ്പിൻ്റെ സോഫ്റ്റ് ക്രേപ്പ്, ക്രേപ്പിൽ സോഫ്റ്റ് ക്രേപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടിയിൽ ഇപ്പോൾ നമുക്കൊന്നും വേറെ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ പുറത്തേക്കൊന്നുമല്ലല്ലോ, വീട്ടിലിടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടാലും വലിയ പ്രശ്നങ്ങളൊന്നും ചൂടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ മാക്സിമം കിട്ടുകയാണെങ്കിൽ റയോൺ മെറ്റീരിയൽ തന്നെ നിങ്ങൾ വാങ്ങിയാൽ മതി. ലൈനിങ് വെക്കുക വേണ്ട കേട്ടോ, റയോണിനും വെക്കണ്ട, അതുപോലെ തന്നെ ക്രേപ്പിനും വെക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് ഇതാണ് കേട്ടോ. ഇതും ക്രേപ്പ് മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞില്ല റയോണ് കുറവായിരുന്നു ഇപ്രാവശ്യം. അപ്പോൾ ഞാൻ ക്രേപ്പിലും ഇത് ചെയ്തെടുത്തു കേട്ടോ. നല്ല നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ കാണിച്ചു തന്ന ബ്ലൂ ഇല്ലേ, അതിൻ്റെ തന്നെ സെയിം അതിലാണ് ഞാനിതൊക്കെ തയ്പ്പിച്ചിട്ടുള്ളത്. പിന്നെ ഇത് റയോണും അല്ല ക്രേപ്പും അല്ല എന്നുള്ളൊരു മെറ്റീരിയലാണ്. ഇത് കുറച്ചൊരു പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ പ്രിൻറ്റ് കണ്ടിട്ട് എടുത്തതാണ്, പക്ഷേ കുറച്ചൊരു എന്താ പറയുക ഒരു പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ നോക്കണം ഒന്ന് സോഫ്റ്റ് ആവുമോ. വല്ലാണ്ട് സോഫ്റ്റ് ആകാൻ ചാൻസ് ഇല്ല. കുറച്ചൊരു വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ ഇട്ടാൽ കുറച്ചൊരു വണ്ണത്തിൽ ഇങ്ങനെ തോന്നിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. ഞാൻ സാധാരണ അങ്ങനെയാണ്, ഇങ്ങനെ റെഡിമെയ്ഡ് പോയി എടുക്കുന്നതല്ല ഇങ്ങനത്തതൊന്നും. ഓരോ മോഡൽ എനിക്ക് തോന്നുന്നത് പറഞ്ഞിട്ട് ആ രീതിയിൽ തയ്ച്ച് തരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തയ്പ്പിക്കുന്നതാണ് കേട്ടോ ഡ്രസ്സെല്ലാം. അപ്പോൾ ഇതാ ഒരു വൈകുന്നേരം ഇപ്പം ഞാൻ കിച്ചണിലേക്ക് കുറേ സമയം ളുഹർ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലും കാര്യങ്ങളും എല്ലാം ആയിട്ട് കുറേ സമയം അങ്ങനെ പോകും കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ വൈകി എണീക്കുന്നത് കൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കിടന്നുറങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സമയമാണല്ലോ നമുക്ക് ഓതാനും ഒക്കെ കുറേ സമയം എനിക്ക് കിട്ടുക ആ ഒരു ടൈമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അസർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പാട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് ബാങ്ക് ഇപ്പോൾ കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കട്ടെ, എന്നിട്ട് പോയിട്ട് അസർ നമസ്കാരം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് ആദ്യം റെഡിയാക്കി വെക്കുന്നത്, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാമല്ലോ. പിന്നെ ആ ഒരു സമയത്ത് ഹറിബറിയായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ഫ്രീ ആയിട്ട് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇതെന്നെ ഫസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ബാക്കിയൊക്കെ നമുക്ക് സ്പീഡിൽ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് കേട്ടോ. അതിനായിട്ട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിയിട്ടില്ല. കുറച്ച് ഗ്രേപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആപ്പിൾ, നമ്മൾ എടുക്കുന്നതിൻ്റെ ആ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഓരോന്നും എടുത്താൽ മതി. മധുരമുള്ള ഫ്രൂട്ട് വേണം കേട്ടോ എടുക്കാൻ. ഗ്രേപ്പ് വലുതാണ്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ആപ്പിള്, ഒരു അനാറുണ്ടായിരുന്നു, അപ്പോൾ അതെടുക്കുന്നുണ്ട്. ഒരു അനാറ് ഫുള്ളൊന്നും എടുക്കുന്നില്ല, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ ചെറുപഴമുണ്ട്, ഞാലിപ്പൂവൻ, അപ്പോൾ അതാണെങ്കിൽ അതെടുക്കുക. നേന്ത്രപ്പഴമാണെങ്കിൽ നേന്ത്രപ്പഴം എടുക്കുക. മാങ്ങ എടുക്കുക, ഗ്രീൻ ഗ്രേപ്സ് ഇല്ലേ, അപ്പോൾ അതെടുക്കുക. അങ്ങനത്തെ മധുരമുള്ള ഫ്രൂട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പൈനാപ്പിളൊക്കെ ഇടുകയാണെങ്കിൽ അതൊന്ന് കുറച്ച് പഞ്ചസാരയിൽ ഒന്നിങ്ങനെ വിളയിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഒരു കൈപ്പടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പപ്പായ ചേർക്കണ്ട കേട്ടോ. ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ഒരുവിധം കുഴപ്പമൊന്നുമില്ല. സ്ട്രോബെറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാം. ഞാൻ പറഞ്ഞില്ല ഗ്രേപ്സ് കുറച്ച് നല്ല വണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഈത്തപ്പഴവും അതുപോലെ തന്നെ കാഷ്യൂനട്ടും, ഒരു 10 ഈത്തപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 10 ഈത്തപ്പഴം എടുക്കണം എന്നില്ല, ഈ ഒരു അളവിലേക്ക് 8 ആയാലും മതി കേട്ടോ. എന്നാൽ 10 ഈത്തപ്പഴം എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ശരിക്കും ഒരു 2 എണ്ണം കുറച്ചാൽ ആ ഒരു കറക്റ്റ് മധുരത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ മധുരം അധികം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ ഒരു 2 എണ്ണം കുറച്ചൊരു 8 ഈത്തപ്പഴം എടുത്താൽ മതി. എന്നാൽ അത്യാവശ്യം മധുരം വേണം എന്നുള്ളൊരു 10 എണ്ണം എടുത്തോ. അപ്പോൾ അതും കാഷ്യൂനട്ടും ഒരു 5-8 കാഷ്യൂനട്ട് അത്രയും മതി. അതും കൂടെ ഇട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ കുറേ പാൽ ഒഴിച്ചിട്ട് അരക്കരുത്, കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ തിക്നെസ് കൂടുതലാണെങ്കിൽ വീണ്ടും കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഇതാണ് നമ്മൾ കസ്റ്റേർഡായിട്ട് നമ്മൾ ഫ്രൂട്ട് സലാഡിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, ആ കാഷ്യൂനട്ടൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു റിച്ച് ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. സാധാരണ നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമാണ്, എന്നാൽ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ ഇതിൽ ചേർത്ത കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. നമ്മളെ കുട്ടികൾക്കൊക്കെ ഡെയിലി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യാം. നട്ട്സും കാര്യങ്ങളൊക്കെ ചേർക്കാം. ഇനി സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്ത, ബദാം അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ആവശ്യമുള്ളവർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഓൾറെഡി ഈത്തപ്പഴവും അണ്ടിപ്പരിപ്പും ചേർത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ, നമുക്ക് ആ ഒരു ടൈമിൽ എടുത്താൽ മതി. പിന്നെ ഇതാ ഇനി അടുത്തത് ചെയ്യുന്നത്, ഇന്ന് ഞാൻ ഒറോട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മൾ ഒറോട്ടിപ്പൊടി ഉണ്ടാക്കിയിട്ടില്ലേ, അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ ഒറോട്ടിപ്പൊടി ഞാനിപ്പോൾ 1 കപ്പ് ഒരു റൊട്ടിപ്പൊടിയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റൊട്ടിപ്പൊടി ഉണ്ടാക്കിയോ എന്താ സെറ്റായിട്ട് കിട്ടിയോ എന്നൊക്കെ പറയട്ടോ. ഇനിയിപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഈ പൊടി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നല്ല പൗഡർ ഫോമിലാട്ടോ ഇതിൻ്റെ പൊടി വേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല. ഇനിയിപ്പോൾ ഇതേ സംഭവം നിങ്ങൾക്ക് തിളച്ച വെള്ളത്തിൽ ഇങ്ങനെ അരിയില്ലേ നമ്മളെ നല്ല കളറുള്ള റേഷൻ അരി, അപ്പോൾ പിന്നെ ജയ അരി, അങ്ങനത്തെ അരിയൊക്കെ കുതിർത്തിട്ട് അരച്ചിട്ട് ചിലർക്കൊക്കെ റെഡിയായി കിട്ടുമല്ലോ, മിക്സിയിലോ ഗ്രൈൻഡറിലൊക്കെ അരച്ചിട്ട് കുറുക്കി ടൈറ്റാക്കിയിട്ട് എടുക്കുക. ഒരു തുണിയിൽ കെട്ടിയിട്ട് അതും ഞാൻ മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈറ്റാക്കി എടുത്തിട്ട് ഈ ഒരു അളവിൽ ആക്കിയെടുക്കുക. അത് നമ്മൾ കുഴക്കുകയാണെങ്കിലും ഈ ഒരു അളവിൽ നമുക്ക് പരത്താനുള്ള ഈ ഒരു അളവിൽ ആക്കിയെടുക്കുക. അങ്ങനെയാണെങ്കിലും ഇത് നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതും ടയർ പത്തിരിയില്ല, നമ്മൾ കട്ടിയില്ല, തടിയില്ല, അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഈ രീതിയിൽ മാവ് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് പൊടിക്കാത്തവരോടാണ് ഞാൻ അങ്ങനെ മാവാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. അങ്ങനെ ഒരു 10 മിനിറ്റ് അത് കുഴച്ച് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബീഫ് കറി ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പ് അത് അവിടെ കുഴച്ച് വെച്ചു എന്നേ ഉള്ളൂ. ഇനി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, 10 മിനിറ്റ് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഇതാ നമ്മൾ ബീഫിലേക്കുള്ള വെളുത്തുള്ളി എടുത്തതാട്ടോ. ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഈസി അല്ലേ. അപ്പോൾ എനിക്ക് ബീഫിലേക്ക് അങ്ങനെ പേസ്റ്റ് ആക്കണത് ഇഷ്ടമല്ല, ബീഫിലേക്ക് അങ്ങനെ വെറുതെ ഇടുന്നതാണ് കേട്ടോ ഇഷ്ടം. ഒന്നുകിൽ ചതച്ചിട്ട് ഇല്ലെങ്കിൽ വെറുതെ മുഴുവനായിട്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോ ബീഫ് ഉണ്ടാവും കേട്ടോ. അത് കഴുകി ക്ലീൻ ചെയ്ത ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഒന്ന് അടിപൊളി മുളക് ഇട്ട് വരട്ടിയ ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ഒറോട്ടിയിലേക്ക് കോമ്പിനേഷനായിട്ട് അതിലേക്ക് ഞാൻ ഒരു സവാള ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനൊരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോ, ഒരു ഗ്രേവി ടൈപ്പ് വേണമെങ്കിൽ. എന്നിട്ട് ഒരു 5-8 അല്ലി വെളുത്തുള്ളി അങ്ങനെ ഇട്ട് കൊടുത്തു. ഒരു 1/4 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ മുളക് പൊടി, ഇത് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം, മല്ലി, അങ്ങനെ ഗരം മസാല ഒന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവേ. ഞാൻ 1/2 കിലോ ബീഫിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലെ മുളക് പൊടിക്ക് അനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. 5 ടീസ്പൂൺ, ഞാനിത് വലിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഇതിൽ ഇത്ര എടുക്കുന്നത് കേട്ടോ. ആ ഒരു അളവ് ഒരു ടീസ്പൂണാണ്. അപ്പോൾ 5 ടീസ്പൂൺ നിങ്ങൾ കണക്കാക്കിയിട്ട് എടുത്താൽ മതി. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട്, വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ബീഫിൽ തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും. ഒട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ബീഫ് വേവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ, പക്ഷേ നല്ല എന്താ പറയുക, നമ്മൾ വഴറ്റിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റുള്ളൊരു ബീഫ് വരട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഒറോട്ടിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പാന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് വേണം നമ്മൾ ഇത് ഓരോന്നും പരത്തിയിട്ട് ഇട്ട് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഡയറക്റ്റായിട്ട് കയ്യിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നത്. കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് വെള്ളമോ ഒന്ന് ജസ്റ്റ് ഇട്ടാൽ, അല്ലെങ്കിൽ കുറച്ച് ഒരു വെളിച്ചെണ്ണ ഓയിലോ എന്തെങ്കിലും ഒന്ന്, ഒരുപാടൊന്നും ആക്കണ്ട, ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മളെ പാനിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാണ്ട് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ നമ്മളെ കയ്യിൻ്റെ ആ ഒരു പള്ള ഭാഗമല്ലേ, അതിങ്ങനെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ പരന്ന് വന്നോളൂ കേട്ടോ, പൊട്ടിപ്പോവാതെ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ആക്കാൻ ചിലപ്പം ചിലർക്ക് പെട്ടെന്ന് തന്നെ ആദ്യമൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അതിൻ്റെ ഓടിൽ കൈയൊക്കെ തട്ടിപ്പോയാൽ പ്രശ്നമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു വാഴയിലയിലോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ആക്കിയെടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് പരത്തിയിട്ടു. ഇത്രയും എനിക്കിപ്പോൾ ഇതിൽ ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. സാധാ ദോശപ്പാനൊക്കെ ആണെങ്കിൽ 2-3 അങ്ങനെ. എന്നിട്ട് നമ്മൾ പരത്തുന്നതിനനുസരിച്ച് അപ്പുറത്ത് ഇങ്ങനെ വാടി വരുന്നുണ്ടാവില്ല മോൾ ഭാഗം, ആ വാടി വരുന്നത് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അടി കരിയാത്ത രീതിയിൽ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക.
കുറേ സമയം ഒരുപോലെ വെച്ചുകൊണ്ടിരിക്കരുത് വേവാൻ വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക അടി കരിയാത്ത രീതിയിൽ. എന്നിട്ട് അവസാനം നമുക്ക് മനസ്സിലാവും ഏകദേശം അത് കുക്കായി പൊങ്ങി വരില്ല, പക്ഷേ കുക്കായിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ആ ഒരു സമയത്ത് നമ്മൾ സെൻറ്ററിലാണല്ലോ ഓവർ നല്ല ഹീറ്റ് ഉണ്ടാവുക. അപ്പോൾ ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സെൻറ്റർ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ക്ലോത്തോ എന്തെങ്കിലും ഇതുപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നല്ല ബോള് പോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ കാണുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ അപ്പുറത്തത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഒരേപോലെ നിൽക്കാതെ ഇങ്ങനെ ഒരേ ഭാഗത്തന്നെ നിൽക്കുമ്പോൾ കരിഞ്ഞു പോകില്ലേ, അപ്പോൾ അത് വരാതെ ഇങ്ങനെ മാറ്റി മാറ്റി തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒറോട്ടിയാണ്, പത്തൽ ഒറോട്ടി എന്നൊക്കെ പറയും. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല കനത്തിൽ വേണമെങ്കിൽ ചുട്ടെടുക്കുക. അപ്പോൾ അത് ചുട്ടെടുക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, പക്ഷേ നമ്മൾ വാഴയിലൊക്കെ വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. കാര്യം ഇത് നമുക്ക് അധികം കട്ടിയില്ലാതെ നമ്മൾ പരത്തിയതല്ലേ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും. മറ്റേത് നല്ല കട്ടിയിൽ നല്ല തടിയനായിട്ട് ഉണ്ടാക്കൂലേ, ആ ഒരു സമയത്ത് നമുക്കിതുപോലെ വാഴയിലൊന്നും വെക്കാതെ പറ്റില്ല. കാര്യം കുറേ സമയം നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ അടി കട്ടിയായി പോവും, കരിഞ്ഞു പോവും. അപ്പോൾ അത് നമ്മൾ വാഴയിലൊക്കെ വെച്ചിട്ടാണ് വേറെ ചെയ്യുക കേട്ടോ. നമ്മൾ വയനാടൻ ടയർ പത്തിരി എന്നൊക്കെ പറയില്ല അത്. ഇതിപ്പോൾ ഒറോട്ടി അല്ലെങ്കിൽ പത്തൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് നേരിയതാക്കിയിട്ടും അതുപോലെ തന്നെ കട്ടിയിലൊക്കെ ആക്കിയിട്ടും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചുട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അല്ലേ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിലേക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂണൊക്കെ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലും കൂടെ ഒന്ന് മുക്കിയ ഒരു ഇരട്ടി ടേസ്റ്റ് വരും കേട്ടോ നമ്മളെ ഒറോട്ടിക്ക്. അപ്പോൾ ഞാൻ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ തേങ്ങാപ്പാലില്ലേ, ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ട് നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഞ്ഞിക്കും ആവശ്യത്തിന് ഇപ്പോൾ എന്തെങ്കിലും കറിക്കൊക്കെ എടുക്കണമെങ്കിൽ അപ്പോൾ പോയിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ ഡോറിൻ്റെ നമ്മൾ പാലൊക്കെ വെക്കുന്ന അവിടെ വെച്ചാൽ മതി. പിന്നെ തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കൈ കൊണ്ടൊന്നും പിഴിഞ്ഞിട്ട് അങ്ങനെയുള്ള തേങ്ങാപ്പാൽ എടുക്കരുത്. ഒന്നിച്ചിട്ടിട്ട് ഇങ്ങനെ ക്ലോത്ത് കൊണ്ട് പിഴിയുക. അധികം കൈ കൊണ്ട് കളിക്കാതെ, മീൻസ് നമ്മൾ കൈ അതിലിട്ടിട്ട് തേങ്ങയിലൊന്നും ഇട്ടിട്ട് കളിക്കാതെ എടുക്കുന്ന നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്തിട്ട് വേണമെങ്കിൽ ഒരു 2ാം പാൽ അങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ലൂസാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാക്കിയിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിക്ക് പാലാണ് കയ്യിലുള്ളത്. അപ്പോൾ അങ്ങനെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി ഒരു 3-4 വെച്ചിട്ട് ഇതുപോലെ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് വെക്കേണ്ട കാര്യമില്ല, ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആ നെയ്യിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ഫ്ലേവറും ഉണ്ടാവും, ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എത്രത്തോളം സോഫ്റ്റാണ്. ഇതുപോലെ ഇത് കണ്ടോ. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന പോലെ നിൽക്കും തേങ്ങാപ്പാൽ എടുക്കണം എന്നില്ല. ജസ്റ്റ് ആ ചൂടോടെ റൊട്ടിയിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നെയ്യ് അവിടെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യും. ഇനി നമ്മളെ സ്നാക്സ് ഐറ്റം നോക്കാം. സ്നാക്സും നല്ല ഈസി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 വലിയ പീസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന ആ ഒരു കുറച്ച് വലിയ പീസ് ചിക്കൻ, എല്ലുള്ളത് ഇല്ലാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിങ്ങനെ വേറെ എടുത്താൽ മതി. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അതൊന്ന് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് ഒരുപാട് നമുക്ക് പൊരിക്കൊന്നും വേണ്ട, കുറഞ്ഞ എണ്ണയിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കി തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് ഫ്രൈ ആയിട്ട് വരും. ആ ഒരു സമയത്ത് നമ്മൾ നെയ്ച്ചോറരി, അതായത് കയമ അരി, ജീരകശാല അരി, നല്ല സ്മെല്ലുള്ള അരിയില്ലേ, മറ്റേതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആവും. ആ അരി ഞാൻ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്താൽ മതി കേട്ടോ. നമ്മൾ രാവിലെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കഴുകിയിട്ട്. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 1 കപ്പ്, അതായത് 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് പാൽ അത് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നല്ല ഫൈനായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമ്മളെ ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് ഒന്ന് ചെറിയ പീസായി മിക്സിയിൽ ജാറിലിട്ടിട്ട് അടിക്കണ്ട, നമുക്കൊന്ന് കത്തി കൊണ്ടൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി, എല്ലിന്നൊക്കെ മാറ്റിയിട്ട്. ഇനിയിപ്പോൾ ഇതൊരു 3 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്
ചതച്ചതാണെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. അതും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നല്ല മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരട്ടെ. സവാള അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ അല്ല, നമ്മൾ ആദ്യം ഒഴിച്ച 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൽ തന്നെയാണ് സവാളയും വഴറ്റിയെടുക്കുന്നത്. എക്സ്ട്രാ വെളിച്ചെണ്ണയും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. ഒരുപാട് നിങ്ങൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എണ്ണ കിട്ടിയില്ലെങ്കിൽ മാത്രം 2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. അത്യാവശ്യം സവാള ഉണ്ട്, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ. പിന്നെ നിങ്ങൾ അത്യാവശ്യം മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർക്കാൻ കാരണം ഇതിൻ്റെ മാവിന് ആ ഒരു സ്പൈസിനെസ് ഒരുപാടൊന്നും വരില്ല. പക്ഷേ ആ മാവും കാര്യങ്ങളും എല്ലാം വരൂലേ, മസാല മാത്രം ചെറിയൊരു ഇതല്ല. കാരണം നല്ല കട്ടിക്ക് മാവ് വരുമ്പോൾ അതിനുള്ള ആ ഒരു മസാലയും കൂടി ഇതിൽ നിന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ള. ഇനി ഇതാ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്തിട്ടുള്ള, അതും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഈ ഒരു മിക്സ് നല്ല ടേസ്റ്റാട്ടോ. ബ്രെഡിലൊക്കെ സാൻഡ്വിച്ച് ആയിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ആ ഒരു മസാല. അത് ആ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. ഇനി 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാല സെറ്റായി കിട്ടും. അപ്പോൾ അത് 4 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തണുപ്പൊക്കെ പോയിട്ടുള്ള, നമ്മൾ കേക്കിന് എടുക്കൂലേ അതുപോലെ തണുത്ത എഗ്ഗ് എടുക്കണ്ട, തണുപ്പൊക്കെ പോയിട്ടുള്ള എഗ്ഗ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നിന്ന് അപ്പം തന്നെ എടുത്ത എഗ്ഗ് എടുക്കരുത്, കാരണം നമുക്കിങ്ങനെ ഫ്ലഫി ആയിട്ട് കിട്ടണം. ഇത് അരച്ച മാവാണ് കേട്ടോ. നിങ്ങൾ എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനൊന്ന് അതുകൊണ്ട് ബീറ്റാക്കി എടുത്തോന്നേ ഉള്ളൂ. നന്നായിട്ട് എഗ്ഗൊന്ന് പതപ്പിച്ചെടുക്കുക. അതിപ്പോൾ ഒരു തവി വെച്ചിട്ട്, മരത്തിൻ്റെ തടി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താലും പൊങ്ങി വരും. പിന്നെ നമ്മളെ വിസ്കില്ലേ, നമ്മൾ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന വിസ്ക്, അതുകൊണ്ടാണെങ്കിലും എഗ്ഗ് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ മതി. കുറച്ച് സമയം പിടിക്കുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരീൻ്റെ മിക്സും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പതപ്പിക്കുക. അല്ല, ഒന്ന് മിക്സ് ആകുന്നതിന് വേണ്ടിയിട്ട് കുറേ സമയത്ത് പതപ്പിക്കേണ്ട, ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. അതിന് ശേഷം മതി ബീറ്ററും. ഇനി ഇളക്കമൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊരു പാത്രം ആവിച്ചെമ്പ് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു പാത്രം ഉണ്ടെങ്കിൽ അതൊരു എണ്ണ തടവിയിട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 2 തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, കാര്യം അടിയിൽ മസാല ഇല്ലാതെ മാവ് മാത്രമായി പോവും. ഞാനിപ്പോൾ ഒഴിച്ചില്ല, അതുപോലെ 2 തവി മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് അടച്ച് വെച്ച് അത് വെന്തതിന് ശേഷം പെട്ടെന്ന് വെന്ത് വരും. കാരണം നമ്മൾ ആ പതയില്ലേ, ആ പത കോരിയിട്ടാണ് ഇതിന് പതപ്പോള എന്നാണ് പേര് തന്നെ കേട്ടോ. പതപ്പോള അല്ലെങ്കിൽ നുരപ്പോള എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു പതയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും, നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുമ്പോൾ. എന്നിട്ട് നമ്മൾ മസാല ചേർത്ത് കൊടുക്കുക. ഫുൾ അതിൻ്റെ ആ ലെയറിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. മസാല ചേർത്ത ഉടനെ തന്നെ പിന്നെ അടുത്ത ലെയർ ഈ ഒരു പത ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ആ പത മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അത് വെന്ത് വന്നതിന് ശേഷം മാത്രം അടുത്ത ലെയർ. അങ്ങനെ പാത്രം നമ്മൾ മാവ് തീരുന്നത് വരെ പാത്രത്തിന് കണക്കാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും മുകളിൽ നമ്മൾ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ക്യാരറ്റോ ക്യാപ്സിക്കോ എന്തെങ്കിലും ഡെക്കറേഷന് വേണമെങ്കിൽ മല്ലിയില അതൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് കണ്ടോ, ഒരു 10 മിനിറ്റ് മതി കേട്ടോ. നമ്മൾ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മളെ പോള ഇവിടെ റെഡി ആയിക്കിട്ടുക. നിങ്ങളത് റെസിപ്പി കിട്ടാൻ വേണ്ടിയിട്ട് തരിപ്പോള അല്ലെങ്കിൽ പതപ്പോള എന്നൊക്കെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ, നിങ്ങൾക്ക് കിട്ടും. ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതവിടെ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഞാനൊരു ജ്യൂസ്, ഒരു ലൈം എന്നൊക്കെ പറയാം, ബീട്രൂട്ടില്ലേ, ബീട്രൂട്ട് ക്ലീൻ ചെയ്ത ബീട്രൂട്ട്, ഒരു പകുതി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മിൻറ്റ്, നമ്മൾ പുതിന ഇലയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതും കൂടെ ചേർത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് 1 ഗ്ലാസ് വെള്ളം കൂടെ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ. ആ അടിച്ചെടുത്തത് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അരിച്ചെടുത്തു. ആ ബീറ്റ്റൂട്ടിൻ്റെ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു ഫുള്ളായിട്ടുള്ള ലെമണും കൂടെ പിഴിഞ്ഞിട്ട് ഒഴിച്ചു. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതാണ് കേട്ടോ ഞാൻ ജ്യൂസായിട്ട് ഇന്ന് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 7-അപ്പോ അതിൽ സോഡയോ ഒക്കെ ചേർത്തിട്ട് കഴിക്കും. പക്ഷേ ഹെൽത്തി ആയിട്ട് കഴിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല തണുത്ത വെള്ളം വെച്ചിട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാട്ടോ. അതിപ്പോൾ എന്തായാലും ചെയ്ത് കൊടുത്തോ, നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മധുരമാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക, ഉപ്പാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കഴിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നാട്ടോ വിചാരിക്കുന്നത്.
അപ്പോൾ ഒരു വെറൈറ്റി ലൈമ്, വെറൈറ്റി ജ്യൂസ് എന്നൊക്കെ പറയാം ഹെൽത്തിയുമാണ്. അപ്പോൾ അതാണ് നമ്മളെ ബീഫും അതിനിടയിൽ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടാ. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അത്ര മാത്രം ചെയ്താൽ മതി കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം നമ്മൾ ബീഫ്. അപ്പോഴത്തേക്കും അത് റെഡിയായി. ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് വെറുതെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഈ ലാസ്റ്റ് വെച്ച് വരുമ്പോൾ ഇപ്പോൾ ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ വീഡിയോയിൽ കൂടെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഫ്രൂട്ട്സ് കട്ടിങ്ങൊക്കെ നല്ല തിരക്കിട്ടിട്ടാണ് കേട്ടോ ചെയ്യുക. എത്ര നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചാലും അവസാന നിമിഷം നമുക്കൊരു തിരക്കായിരിക്കും. എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പെട്ടെന്ന് പിന്നെ ചെയ്തെടുക്കുക ചെയ്യുക. നമ്മൾ ഓരോന്നൊക്കെ ചെയ്ത് വീഡിയോ എടുത്ത് വരുമ്പോൾ സമയമാകുന്നതാണ് കേട്ടോ. അല്ലാണ്ട് നമുക്കിതൊക്കെ പെട്ടെന്ന് 1 മണിക്കൂർ പോലും വേണ്ട ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പൊതുവേ നല്ല സ്പീഡിൽ ചെയ്യുന്ന ആളാണ് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇനി കുറച്ച് കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ച് ഓറഞ്ച്, കുറച്ച് ഗ്രേപ്സ്, അപ്പോൾ അങ്ങനത്തെ. പിന്നെ ഇന്ന് ഹെവി ഫ്രൂട്ട്സ് ഞാൻ എടുത്തു വെക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൂട്ട് സലാഡും കൂടെ ഉണ്ടല്ലോ ഒന്ന്. അപ്പോൾ ഒരുപാട് ഫ്രൂട്ട് വേണ്ട, അതന്നെ ഫ്രൂട്ടല്ലേ. അപ്പോൾ ഇനി എല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് ടേബിൾ ചെയ്യട്ടെ. നമ്മളെ സ്നാക്സൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ നല്ല തണുത്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബൗളിലേക്ക് സെർവ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇതും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിതിൽ വേറെ കസ്റ്റാർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇപ്പോൾ ഈ ചൂടും നമ്മൾ നോമ്പെടുക്കുമ്പോഴൊക്കെ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനും ഒക്കെ പറ്റുകയും ചെയ്യും. എന്നാൽ നമ്മൾ എന്തെല്ലോ കഴിക്കുകയാണെന്നുള്ള ഫീലിംഗ് നമുക്ക് ഉണ്ടാവുകയില്ല. ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും പേടിക്കാതെ മധുരമൊക്കെ പഞ്ചസാരയൊക്കെ അവോയ്ഡ് ചെയ്യുന്നവരാണെങ്കിലും നല്ല സൂപ്പറായിട്ട് തന്നെ അവർക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളെ തരിപ്പോള അല്ലെങ്കിൽ നുരപ്പോള എന്നൊക്കെ പറയാം. അപ്പോൾ അതിവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ 2 തവി കോരി ഒഴിച്ചില്ല. 2 തവി ഫുള്ളൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അത്രയും ഒഴിക്കുമ്പോൾ തന്നെ ഒരു ലെയറിലേക്ക് തന്നെ വേഗം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്ത ലെയറിലേക്ക് അങ്ങനെ ഒരുപാട് മാവായിട്ട് പിന്നെ മസാല ഇട്ട് കൊടുക്കരുത്. അപ്പോൾ പ്ലെയിൻ ആയിട്ട് പോകും കേട്ടോ. മസാല ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മാവും ഇടയ്ക്കിടയ്ക്ക് മസാലയും അങ്ങനെ ചേർത്ത് പോവുക. അപ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. നമ്മളിതിലൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഈ മസാല ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. വേറെയുള്ള ഇങ്ങനത്തെ ഐറ്റംസിലേക്കൊക്കെ എടുക്കാൻ പറ്റുന്നൊരു മസാലയും കൂടിയാണ് കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ടും പിന്നെ ആ ഫ്രൈ ചെയ്ത ഓയിലൊക്കെ സെയിം ഓയിലൊക്കെ തന്നെയല്ലേ നമ്മൾ സവാളയൊക്കെ വഴറ്റുക, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് ഞാനിത് കട്ട് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എഗ് ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്യാതിരിക്കണ്ട. ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. സ്പൂണോ എന്തെങ്കിലും അല്ലെങ്കിൽ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ എഗ് ബീറ്റർ തന്നെ എടുത്തു. അപ്പോൾ ഒന്നുകൂടെ കുറച്ചുകൂടി ഈസിയാവും. എഗ്ഗ് നന്നായിട്ട് പതപ്പിക്കുക. നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കുന്ന പോലെ മാക്സിമം പതപ്പിച്ചോ. എന്നിട്ട് വേണം നമ്മൾ ആ മാവ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നവരെ. അപ്പോൾ അത് പോകുന്ന രീതിയിൽ ഇട്ടിട്ട് പിന്നെയും ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കണ്ട കേട്ടോ. അത്രയും മതിയാവും. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഇങ്ങനെ പതുക്കെ അതിന് ആ മുകളിലുള്ള ഭാഗം ഇങ്ങനെ ഒഴിച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ ഇങ്ങനെ മിക്സാക്കി ഒഴിക്കണ്ട. ആ ഒരു പതയാണ് നമ്മളിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കേണ്ടത് അവസാനം വരെ. അത് നിങ്ങൾക്ക് മനസ്സിലാവും, ചെയ്യുമ്പോൾ മനസ്സിലാവും. റിസ്ക് ഒന്നുമില്ല, ഈസി തന്നെയാണ്. അപ്പോൾ ഇതാ ഇനി നമ്മൾ ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ഇപ്പം ടേബിളിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവച്ച് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റും കൂടെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് ദിക്റൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ടേബിളിലേക്ക് വരുന്നതിന് മുമ്പ് അങ്ങനെയും കൂടെ ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കുക. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒന്ന് ഖുർആൻ ഓതുക. അതിനുള്ള സമയം കൂടെ കണ്ടെത്തിയിട്ട് വേണ്ട നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ ആ ഒരു സമയം കൂടെ എടുത്തിട്ട് വേണം നമ്മൾ കയറാൻ. അത്രയും കുറച്ച് സമയം തീരുന്നില്ല, നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കഴിയുന്നില്ല എന്നാണെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കുക, മുന്നേ കിച്ചണിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് ആ വൈകുന്നേരത്തെ ടൈം കിട്ടും. ഇനിയിപ്പോൾ ഒട്ടും നേരമില്ല, ചിലർക്ക് നമുക്ക് വിചാരിച്ച പോലെ അങ്ങ് ആയിക്കിട്ടില്ല. കുട്ടികളൊക്കെ അങ്ങനത്തെ കളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ബാങ്ക് കൊടുത്തോട്ടോ നമ്മൾ നോമ്പ് തുറക്കട്ടെ. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക,
നിങ്ങൾക്ക് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ചെയ്യാനും ഒന്നും സമയം കിട്ടുന്നില്ലെങ്കിൽ കിച്ചണിൽ ചില സമയത്ത് ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് ഗസ്റ്റ് വരിക അങ്ങനെ എന്തെങ്കിലും ഹറിബറി ആയി പോവുകയാണെങ്കിൽ കിച്ചണിലൂടെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് എന്തെങ്കിലും ദിക്റിയില്ല അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില സമയം നമുക്ക് അങ്ങനെയല്ലേ, തിരക്കായി പോകില്ലേ. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്നതിൻ്റെ ആ സമയം എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും. നമുക്ക് എന്തെല്ലാം ഒരുക്കി വെച്ചാലും ആ ഒരു സമയത്തൊരു ഒരാളായാലും രണ്ടായാലും ഒന്ന് തിരക്കാക്കണം. അതാണ് അതിൻ്റെ ഒരു ഇത് പറയുന്നത്. മാഷാ അല്ലാഹ് നമ്മൾ അൽഹംദുലില്ലാ 5ാമത്തെ നോമ്പ് നല്ല റാഹത്തായിട്ട് തന്നെ നോമ്പൊക്കെ തുറന്നു. അതാ ഫുഡൊക്കെ കഴിക്കുന്നു. അപ്പോൾ ആ ഒരു ഡ്രിങ്ക്, ഫ്രൂട്ട് സലാഡ്, ആ ഒരു പോള, പിന്നെ ഒറോട്ടി, അത് ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്. ഒറോട്ടിയും ബീഫും എല്ലാം മസ്റ്റ് ട്രൈ ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും മറന്നു പോകണ്ട. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓരോ ദിവസങ്ങളിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോഴാണ് ബാക്കിയുള്ളവർക്കും അത് ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു തോന്നുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വിശേഷങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.